ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ഗൈഡൻസ് എന്താണ്, ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളിന്ന് എന്ത് എനർജിയിലാണ് ഉള്ളത് നോക്കാം. ദ ലവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ദ എംപ്രസ്, സെവൻ ഓഫ് പെന്റക്കിൾസ്, Page of Pentacles, Nine of Swords, the World. ബോട്ടം വന്നിട്ടുള്ളത് ടെമ്പറൻസിൻ്റെ എനർജിയാണ്. ഓവറോൾ ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ ഇന്നത്തെ ദിവസം കുറേ നല്ല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണമെന്നാണ് കാണുന്നത്. ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് ലവേഴ്സാണ്. ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറൊരു വ്യക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഒഴിയാനുള്ളൊരു സമയമായി എന്നാണ് കേട്ടോ ഇതിനകത്ത് പറയണത്. കാരണം ഈ ലവേഴ്സിൽ രണ്ടാൾക്കാർ മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ഹൃദയബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരേപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചിന്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ പരസ്പരം ഒരു ഹൃദയത്തിൽ നിന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാനും അത് അവിടെ കേൾക്കാനും അത് സ്വീകരിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സ് നിങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു സമയം കിട്ടുന്നു എന്നാണ് കാണുന്നത്. ശരിക്കും വ്യക്തത ഉണ്ടായിരുന്നു. ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അവർക്ക് പൂർണ്ണമായും ഒരു വ്യക്തത വരുന്നൊരു സമയമാണ്. പിന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കണം കേട്ടോ. കാരണം ഈ പാസ്റ്റിൽ ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇതായിട്ടാണ് ആദ്യം തന്നെ കിട്ടിയത്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഇപ്പം പുറത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ മാറിപ്പോയി. നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന പല കാര്യങ്ങളും മാറിപ്പോയി. നിങ്ങൾ മാത്രമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സമയമുള്ളത്. അപ്പോൾ ഇത് കുറച്ച് പേർക്ക് ഇത് കൃത്യമായിട്ട് ഇതിങ്ങനെ ആയിരിക്കും. ബാക്കി കുറച്ച് ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ടാവാം. എന്നാലും ഒരു ഓവറോൾ എനർജി വരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മാത്രമായി വരുന്ന ഒരവസ്ഥ അത് ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഉണ്ടായി തുടങ്ങി എന്നുള്ളതാണ് കാണുന്നത്. ഇതിലടുത്ത് വന്നിട്ടുള്ളത് എംപ്രസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആ ഒരു സൃഷ്ടി, ഈ എംപ്രസ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എനർജി ഉള്ള ഒരു ലേഡിയാണ്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പുറത്തു വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ ഒരു പ്രചോദനം കിട്ടുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളായി തീരുന്നു. നിങ്ങളുടെ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡൻസ് കൊണ്ടോ ഒക്കെ മറ്റുള്ളവരുടെ ജീവിതം മാറുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഇത് നിങ്ങളൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് നിങ്ങൾ കരുതുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ശരിക്കും ഒരു ബ്ലെസ്സിങ് കിട്ടുന്നു എന്നാണ്. അത് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നു, മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അത് കൃത്യമായിട്ടുള്ള ഫലം കിട്ടുന്ന ഒരു സമയമാണ്. ഇതിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളിൻ്റെ എനർജിയാണ്. നമ്മളുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. നമ്മൾ ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതുവരെ പോയതെങ്കിൽ അങ്ങനെയല്ല. നമുക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത്. 7 ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ.
നിങ്ങൾ ചെയ്ത ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഹാർഡ് വർക്കിന്റെ ഫലം നിങ്ങൾക്ക് ഈ ഒരു സമയം മുതലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടാ, അത് ഇനിയും ബാക്കിയുണ്ട് എന്നാണ് കേട്ടാ. നിങ്ങൾ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, കുറേ ക്ഷമിച്ചിട്ടുണ്ടായിരിക്കാം, കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം വരെയും നിങ്ങളിങ്ങനെ ഞാൻ ചെയ്തതിൻ്റെ ഫലമൊന്നും എനിക്ക് കിട്ടണില്ലല്ലോ ഭഗവാനെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യത്തിൻ്റെ ഫലം ഈ ഒരു സമയം മുതൽ അത് നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങി എന്നാണ് കാണുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാനിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ കുറേ ഫലങ്ങൾ ഇനി കിട്ടാനുണ്ട് എന്നാണ് കേട്ടോ. ഇതിൽ എല്ലാം കിട്ടിയിട്ടില്ല, നിങ്ങളുടെ പരിശ്രമത്തിന്റെ പൂർണ്ണമായ ഫലം കിട്ടിയിട്ടില്ല, ഇനിയും കിട്ടാനുണ്ട് എന്നാണ് കാണുന്നത്. വളർച്ചയും ഇനിയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ച് ക്ഷമയോടെ നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങൾ വിതച്ചതെല്ലാം നിങ്ങൾക്ക് കൊയ്യാൻ പറ്റും. നമ്മളെപ്പോഴും പരാതി പറഞ്ഞ് അയ്യോ എനിക്ക് വയ്യ, എനിക്ക് പറ്റൂല, എനിക്ക് മാത്രം ഒന്നും നടക്കണില്ല എന്നാണ് വിചാരിച്ചിരിക്കണമെങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ പറ്റുന്നത് വേറെ ആരുമല്ല. ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യണതിന്റെ ഫലം നമ്മളുടെ കുട്ടികൾക്ക്, നല്ല കർമ്മത്തിന്റെ ഫലം കുട്ടികൾക്കാണ് കിട്ടണത്. കുട്ടികൾക്കൊന്നും അല്ല കേട്ടോ, അവനവൻ തന്നെ അനുഭവിച്ചിട്ട് തന്നെ പോകും. ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നല്ല കർമ്മത്തിന്റെ ഫലം ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ തന്നെ അനുഭവിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കുക. നിങ്ങൾ വിതച്ചതൊന്നും തന്നെ പാഴായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ അയ്യോ ഞാൻ ചെയ്തതൊന്നും ശരിയായില്ലല്ലോ, എനിക്ക് അതിന്റെ ഫലം കിട്ടിയില്ലല്ലോ എന്നാണ് വിചാരിക്കണമെങ്കിൽ അങ്ങനെയല്ല. നിങ്ങളുടെ ശ്രമങ്ങളെല്ലാം അത് ഫ്രൂട്ട്ഫുൾ ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത്. പേജ് ഓഫ് പെന്റാക്കിൾസിന്റെ എനർജിയാണ് ഇതിൽ. നിങ്ങളൊരു കാര്യം പഠിക്കാൻ പോകുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യുക, ഒരു പുതിയ അവസരം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ പഠിച്ചൊരു കാര്യം അത് പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ഒരു ശ്രദ്ധ വേണം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഈ പുതിയ തുടങ്ങിയ ഒരു കാര്യം, പുതിയ നിങ്ങൾക്ക് വരുന്ന അവസരം നിങ്ങൾ കെയർഫുള്ളി കൈകാര്യം ചെയ്യുക. നമുക്ക് നല്ലൊരു അവസരം ജീവിതത്തിൽ ദൈവം കൊണ്ട് തരുന്നുണ്ട്. ആ ഒരു അവസരം നമ്മളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഒരുപാട് സ്പിരിച്വൽ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു ഫലം നമുക്ക് ഈ ഒരു സമയം മുതൽ കിട്ടുന്നുണ്ട്. നമുക്ക് പലപ്പോഴും അത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആദ്യം നമ്മളുടെ ഉള്ളിലാണ് ആ ഒരു ശക്തി, അതിൻ്റെ ഒരു പരിവർത്തനം നടക്കുന്നത്, പുറത്തല്ല. പുറത്ത് വരുമ്പോൾ മാത്രമേ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും അയ്യോ ഞാൻ ചെയ്ത കാര്യത്തിനൊന്നും ഫലം കിട്ടണില്ലല്ലോ, എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോഴായിരിക്കും പല ആൾക്കാർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അത് ഉള്ളിൽ നടക്കുന്നത് കൊണ്ട് അത് ഒന്ന് ഫലമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നാണ്. 9 ഓഫ് സോഴ്സിന്റെ എനർജിയാണ് ഇതില്. കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. പക്ഷേ ആ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്തൊരു പ്രശ്നങ്ങളാണ്. പക്ഷെ നിങ്ങളുടെ ആശങ്കയാണ്, ആവശ്യമില്ലാത്ത ആശങ്കയാണ്. ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വെളുപ്പിനൊരു സ്വപ്നം കണ്ടു, അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും ഈ സ്വപ്നങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിന്റെ ആകുലതകളോ പാസ്റ്റിലെ ട്രോമയോ ഒക്കെ സ്വപ്നങ്ങളായിട്ട് വരാം. ഈ സ്വപ്നങ്ങൾ, നല്ല സ്വപ്നങ്ങൾ മാത്രം നമുക്ക് കിട്ടണമെങ്കിൽ, ഡ്രീമിലൂടെ നമുക്കൊരു ഗൈഡൻസ് വരണമെങ്കിൽ നമ്മളുടെ ആ ഒരു തലമെന്ന് പറയുന്നത് കുറേ ഉയരെയായിരിക്കണം. നമ്മൾ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും വലിയതായിട്ട് കാണാതെ പാസ്റ്റിലെ ട്രോമ എല്ലാം ഹീൽ ചെയ്ത ആൾക്കാർക്ക്, നമ്മൾ എന്ത് വന്നാലും നമ്മൾ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് സ്വപ്നങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. സ്വപ്നങ്ങൾ കാണും. അതെന്തിനാണ്? നാളെ വരുന്ന ഫ്യൂച്ചർ നാളത്തത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സബ് കോൺഷ്യസ് തന്നെയാണ് ഈ സ്വപ്നം ഉണ്ടാക്കുന്നത്. അത് നമ്മളിലേക്ക് കൊണ്ടുവരും. അത് ഫ്യൂച്ചർ അറിയാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, പല ആൾക്കാരും ഈ ഭയം മാത്രമാണ്, ഭയത്തിന്റെ ഒരിതിലാണ് സ്വപ്നം വരണമെങ്കിൽ അത് നടക്കാൻ പോണതല്ല, നമ്മളുടെ ഉള്ളിലുള്ള ആശങ്കയാണ്. അതെപ്പോഴും മനസ്സിലാക്കുക. സ്വപ്നം കാണുന്നത് ഉള്ളിലുള്ള ആശങ്കകളാണ് നെഗറ്റീവ് ആയിട്ടുള്ള സ്വപ്നങ്ങളായിട്ട് വരുന്നത്. പിന്നെ
അത് അത്രയും ഒരു എന്താണ് സ്പിരിച്വലി വർക്കണ്ട ആകുന്ന ആ സോളിനാണ് വരുന്ന കാര്യങ്ങളെല്ലാം മുൻകൂട്ടി സ്വപ്നത്തിൽ അറിയാൻ പറ്റുന്നത്. പിന്നെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ സ്വപ്നമായിട്ട് കാണുന്നതെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്വപ്നം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്വപ്നം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കണം കേട്ടോ. നമ്മൾ എഫേർട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളുടെ പാസ്റ്റിലെ ട്രോമ അത് വീണ്ടും ഒന്നേന്ന് നമ്മളിലേക്ക് വീണ്ടും കൊണ്ടുതരുന്നതാണ്, നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. അത് നമ്മളുടെ മനസ്സിന് ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ആ ഒരു അത്രയും സ്പിരിച്വലി വർക്കണ്ടായ സോളിന് മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു അത്രയും ആ ഒരു ഉയർച്ചയിലേക്ക് പോകുന്ന സോളിന് മാത്രമാണ് സ്വപ്നങ്ങൾ, ഫ്യൂച്ചറിലെ സ്വപ്നങ്ങൾ, നല്ല സ്വപ്നങ്ങളെല്ലാം, ഫ്യൂച്ചറിലെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം നമ്മളുടെ ഭയവും ആകുലതകളുമാണ് ഇതിലെ പ്രശ്നം എന്നാണ് കാണുന്നത് കേട്ടോ. ഇതിൽ സ്ട്രോങ് ആയിട്ട് ഒരു പേടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചെറിയ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള ഒരു ചെറിയ കാര്യം, അതിന് നിങ്ങളുടെ മനസ്സിങ്ങനെ പെരുപ്പിച്ച് കാണുന്നതാണ് നിങ്ങൾ സ്വപ്നങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ ഉറങ്ങാതിരുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കാം, ആവശ്യമില്ലാത്ത ഭയം കൊണ്ട് ഉറങ്ങാതിരുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ചിന്തയിലിരുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അത് വിട്ടുകളയുക. അത് നമ്മളുടെ മനസ്സുണ്ടാക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇതിൽ നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ എൻഡ് ആകുന്ന ഒരു സമയമാണ് വേൾഡ്. നമ്മളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആ ഒരു എൻഡായി പുതിയൊരു സൈക്കിൾ ആരംഭിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഇതിൽ 9 of Swordsഉം വേൾഡുമാണ് വന്നിട്ടുള്ളത്. അപ്പം ഒരു അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എൻഡായി ഒരു പുതിയ ഒരു ഇതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. 9 of Swords എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. നമുക്ക് ഏറ്റവും ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്തിന് ഒരു പൂർണ്ണത വരുന്നു എന്നുള്ളതാണ് കേട്ടോ. അത് പൂർത്തിയായാലും നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. പൂർണ്ണത വരുന്നു എന്നാണ് കാണുന്നത്. അപ്പം തന്നെ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഇതിൽ കുറേ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നു, പിന്നെ പുതിയ ജോലിക്ക് പോകുന്നു. നിങ്ങളുടെ പുതിയ സംരംഭം വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിപ്പോൾ തുടങ്ങിയത് അത് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട്. കുറേ ആൾക്കാർ ഇത് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, ഒരു ട്രാവലിന് ഇപ്പം കാത്തിരിക്കുന്ന ആൾക്കാർ ട്രാവൽ കിടക്കുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. ടെമ്പറൻസ് ആണ് ഇതിൽ. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളിൽ ബാലൻസ് വരുന്നൊരു സമയമാണ്. നമ്മളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഒരു ഗിഫ്റ്റ് പോലെ വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. സ്പിരിച്വൽ ഗിഫ്റ്റ് ഉണ്ടാകുന്നു, നിങ്ങളുടെ ആത്മീയ വളർച്ച സാധ്യമാകുന്ന ഒരു സമയമാണെന്ന് പറയാം. ഇതിൽ ഒരു ഗൈഡൻസ് ആണ്, മാത്രമല്ല ഇതൊരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾക്ക് ഡിവൈൻ ശരിക്കും നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നൊരു സമയമാണ്. ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ഡിവൈൻ ഗൈഡൻസ് കിട്ടുന്നൊരു സമയമാണ് കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇത്, പുറത്താരുമല്ല കേട്ടോ. നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് പുറത്താരുമല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്കൊരു ഗൈഡൻസ് വരുന്നു, അത് നിങ്ങൾ സ്വീകരിക്കുക. ഇതിൽ നിങ്ങളൊന്നും ഒരുപാട് എഫേർട്ട് എടുത്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ആൾറെഡി നിങ്ങളുടെ കർമ്മയൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് നിങ്ങളിലേക്ക് ഈ ഒരു സമയം വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ നമ്മളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും കാര്യങ്ങളുണ്ടാവും കേട്ടോ. അപ്പം അത് നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കണം. നമ്മൾ ആ പോസിറ്റിവിറ്റിയിൽ അങ്ങ് കുടുങ്ങി കിടക്കാനും പാടില്ല. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചതിൽ നമുക്ക് ആ ഒരു ട്രോമയിൽ ഇരിക്കാനും പാടില്ല. നമ്മൾ രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക. കാരണം ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് പുതിയ കുറേ അവസരങ്ങൾ വരാം. അത് സ്പിരിച്വലായിട്ടുള്ള ഒരു അവസരങ്ങളാകാം, നിങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ടുള്ളൊരു അവസരങ്ങളാകാം, റിലേഷൻഷിപ്പിൽ അവസരങ്ങളാകാം, പുതിയ ചില തുടക്കങ്ങളുണ്ട് എന്ന് കാണുന്നുണ്ട്. നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ആ ഒരു നമ്മളിലേക്ക് കിട്ടുമെന്നൊരു കോൺഫിഡൻസ് ഇന്നത്തെ ദിവസം ഉണ്ടാകാം. നമുക്കിനി ഈ ഒരു കാർഡ് നമുക്ക് നോക്കാം.
ദ ക്രിയേറ്റർ ആണ് വന്നിട്ടുള്ളത്, ദ ഫോറസ്റ്റ്, ഒരു കാര്യം കൂടി എടുക്കുക, ദ ഡെസേർട്ട്. ഒരു കൈ നിങ്ങളെ സഹായിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു സഹായം കിട്ടുന്നു എന്നുള്ളതാണ്. ആദ്യം കിട്ടിയത് ദ ക്രിയേറ്റർ ആണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് കാണുന്നത് കേട്ടോ. പക്ഷേ നിങ്ങൾക്കൊരു ഗൈഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ തന്നെ നിങ്ങളെ പുതിയതായിട്ട് സൃഷ്ടിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഒരു എന്താണ്, ഇതൊരു ശൂന്യതയിൽ നിന്നും ഒരു പുതിയ സൃഷ്ടി ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഇതില് നിങ്ങളുടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു കാര്യം സൃഷ്ടിക്കാനുള്ള ഒരു സമയമാണ്. അപ്പോൾ ആ സൃഷ്ടിക്കാനുള്ള ശക്തി നിങ്ങളുടെ കൈകൾക്കുണ്ട്. അപ്പോൾ അത് ചിലപ്പം ഒരു ഐഡിയ ആകാം, ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ഒരു സേവനമാകാം, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ആകാം. ചില ആൾക്കാർ ഈ കൈ കൊണ്ട് സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് കൈ കൊണ്ട് നിങ്ങൾ ഹീൽ ചെയ്യുന്നതാക്കാം. നിങ്ങൾ ആരെങ്കിലും ഹീലർമാരാണെന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യുന്നതാകാം. അതായത് ഒരു അത്ഭുതം സൃഷ്ടിക്കാനുള്ള കഴിവ്, ഒരു ശൂന്യതയിൽ നിന്നും അത്ഭുതം സൃഷ്ടിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ചുറ്റും ഒരു എന്താണ്, ഡാർക്ക്നെസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഉള്ള ഈ മഴവില്ല് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നിറങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ക്രിയേറ്റർ. പക്ഷെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗൈഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. നിങ്ങൾക്ക് ആ സപ്പോർട്ടിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ ഒരു സമയം നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത്, ഇത് ക്രിയേറ്റിവിറ്റിയാണ്. കൈകൊണ്ട് എഴുതണത്. നിങ്ങൾ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് എഴുതാൻ തുടങ്ങുക. നിങ്ങൾ കവിതയോ കഥയോ ഒക്കെ എഴുതാൻ തുടങ്ങുക. ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഈ ഒരു സമയം, നിങ്ങൾ നാളെ എന്ന് വിചാരിച്ച് എന്തിനാണ് ഇരിക്കുന്നത്? അത് നിങ്ങളുടെ പ്രായം ഒന്നും നോക്കണ്ട കേട്ടോ. ഏത് പ്രായത്തിലും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓൺ ക്രിയേറ്റർ ആകുക. സപ്പോർട്ട് ദൈവം തരുന്നുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഫോറസ്റ്റ് ആണ്. ഇതിൽ നിങ്ങൾ വഴിയറിയാതെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ്. ഇതിനകത്തൊരു എൻട്രൻസ് ഉണ്ട്, ഒരു വാതിലുണ്ട്, കുറേ കാടുമുണ്ട്. പക്ഷേ കുറേ ആവശ്യമില്ലാത്ത ചിന്തകളും പ്രശ്നങ്ങളും ഉണ്ട്. അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു വഴിയും നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾക്ക് ഉത്തരം തന്ന് തുടങ്ങിയിട്ടുണ്ട് ദൈവം എന്നാണ് കാണുന്നത് കേട്ടോ. ഇതിൽ ഈ മുകളിലുള്ള ഈ ഒരു സൂര്യന്റെ പ്രകാശം, നമ്മൾ ഈ കാടിനകത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ പ്രകാശം കാണാൻ പറ്റാത്തത്. പക്ഷേ ഈ ഒരു ഡോറ് നമ്മളുടെ മുന്നിലുണ്ട് ആൾറെഡി. അതിലൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വിശാലമായ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഉത്തരങ്ങൾ കാണുന്നില്ലായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. വഴി തെറ്റിയെന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. ഇപ്പം കാണാത്തത് കൊണ്ട്. പക്ഷേ ഈ വാതിലൂടെ നിങ്ങൾ കയറിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്തിറങ്ങാനും അത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇതിൽ എന്ന് വെച്ചാൽ ഒരു ഇരുണ്ട ഒരു സ്ഥലം, അതായത് കുറേ മരങ്ങളുള്ള ഒരു സ്ഥലത്തൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വഴി അറിയണം എന്നില്ല. എല്ലാം ഒരുപോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് കാണാമല്ലോ എന്നാണ് ഭഗവാൻ പറയണത്. നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാം. ചിലപ്പോൾ പൂർണ്ണമായി അങ്ങേ അറ്റം അതിൻ്റെ എൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ തരത്തിലുള്ള ഗൈഡൻസ് ആയിട്ട് ദിവസവും തരുന്നുണ്ട് നിങ്ങൾക്ക് എന്നാണ്. നിങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളതല്ല, പക്ഷെ അടുത്ത ദിവസം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഓരോ കാര്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യം നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. അപ്പം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഒരു ദിവസം തന്നെ കിട്ടണം എന്ന് ചിന്തിക്കരുത് എന്നാണ് കേട്ടോ പറയണത്. ഇതിൽ ഡെസേർട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരു കൈയുടെ ഈ ഡെസേർട്ട് എന്ന് വെച്ചാൽ ആരും ഇല്ലാത്തൊരു സ്ഥലത്താണ്. ഇപ്പോൾ മരുഭൂമിയിലാണ്. അപ്പോൾ ഈ
നിങ്ങൾക്കൊരു സഹായം വരുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ വിചാരിക്കുന്നു എനിക്ക് ആരുമില്ല സഹായിക്കാനെന്നാണ് വിചാരിക്കണത്. പക്ഷേ ഈ മരുഭൂമിയിലും ഒരു കൈ വരുന്നു എങ്കിൽ നിങ്ങൾക്ക് ആരോ ഇന്നൊരു സഹായമായിട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ മാത്രമല്ല, നിങ്ങളുടെ ഈ വിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ തീയെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ സഹായിക്കാൻ ആരുമില്ല എന്ന് തോന്നുന്ന സമയത്തും നിങ്ങളുടെ ഒരു ഗൈഡൻസ് തരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആരോ നിങ്ങളെ സഹായിക്കാനുണ്ടെന്ന് നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കുക. വിശ്വാസം കൈവിടാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഗൈഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പായിട്ട് ആരോ ഇന്ന് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പം നിങ്ങളൊരു പുതിയ വഴിയിലേക്ക് കടക്കുന്നുണ്ട്. നിങ്ങളത് എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിയില്ല. കാരണം നിങ്ങൾക്ക് പുറത്ത് ചിലപ്പോൾ അധികം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ചെറിയ എന്തെങ്കിലും ഒരു മിന്നാമിനിങ്ങിൻ്റെ ഒരു നുറുങ്ങോട്ടെന്ന് ചെറിയ എന്തൊക്കെയോ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നു എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഒരു വലിയ മാറ്റം ഒറ്റയടിക്കല്ല സംഭവിക്കുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ടാണ്. നിങ്ങൾ ഇന്നിരിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഇതിൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അടുത്ത ദിവസത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അതിൻ്റെ നിങ്ങൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് അത് വന്നോളും എന്നാണ്. അപ്പം എന്ത് തുടങ്ങിയാലും ഒറ്റയടിക്ക് എല്ലാം ഒരുമിച്ച് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഓരോന്നായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ കാണുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ട് ആദ്യം പറയേണ്ട ഒരു കാര്യമായിരുന്നു. ജൂലൈ 10-ാം തീയതി കാമാഖ്യ, കാളിഘട്ട് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. ജൂലൈ 10 മുതൽ 15-ാം തീയതി വരെ 5 ദിവസത്തെ ഒരു ട്രിപ്പാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ പോകാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഞാൻ ആളിൻ്റെ നമ്പർ ഞാൻ തരാം. ഞങ്ങൾ കാശിയിൽ പോയത് ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ്. നല്ലതായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. എല്ലാം പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ഗൈഡ്, നല്ല താമസ സൗകര്യം. നമ്മളൊന്നിനും അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട. ഞാൻ അടുത്ത ദിവസത്തിൽ ഇത് വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ ഇത് ഞാൻ വ്യക്തമായിട്ടൊരു ഷോർട്ടായിട്ട് ഇടാം. അതായിരിക്കും നല്ലത്, ഷോർട്സിലിടാം. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോവുക. 10 മുതൽ 15 വരെയാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് കാമാഖ്യയിൽ പോകണമെന്ന്. കാമാഖ്യ, പിന്നെ കാളിഘട്ടുണ്ട്. പിന്നെ അത് ഞാൻ വിശദമായിട്ട് പറയാം കേട്ടോ, നാളത്തിൽ പറഞ്ഞുതരാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടും എല്ലാ അനുഗ്രഹത്തോടും കൂടി ഇരിക്കട്ടെ. എല്ലാവരുടെ കാര്യവും എല്ലാം ഭംഗിയോടെ നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.